ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടിയും സവാളയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സവാള വടയൊക്കെ തയ്യാറാക്കുന്നത് പോലെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അരിപ്പൊടിയും സവാളയും മാത്രം മതി. നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ മൈദപ്പൊടി അതുപോലെ തന്നെ കടലപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നമ്മൾ വെറും അരിപ്പൊടിയും സവാളയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി എന്ന് വെച്ചാൽ ചെറിയൊരു കപ്പിന് 1 കപ്പാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് സവാളയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കനം കുറഞ്ഞ രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സവാള മുറിച്ചെടുക്കുന്ന സമയത്ത് എല്ലാതും കട്ടിയായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എത്രത്തോളം കനം കുറഞ്ഞ് നമ്മൾ മുറിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം കനം കുറഞ്ഞിട്ട് തന്നെ മുറിച്ചെടുക്കണം. 1 മിനിറ്റോളൊക്കെ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്നാക്സിന് എത്രത്തോളം ഉപ്പ് വേണോ അതിനനുസരിച്ചുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് പ്രസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ സവാള ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയത്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സവാളയിലുള്ള ആ ഒരു നീരൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു സവാള നല്ലപോലെ സോഫ്റ്റായിട്ട് നല്ല കുഴഞ്ഞ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് നേരം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാളയിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു സവാളയിലുള്ള ഈ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ സവാളൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ കൈവച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സവാള ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതെല്ലാം ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം നമ്മൾ സവാളയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കളർ കിട്ടും. കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു വടക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഉപ്പ് ഇതിൽ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ട് സവാള നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ സവാള വട തയ്യാറാക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മളെടുക്കുന്ന സവാളക്കനുസരിച്ചായിരിക്കും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സവാളയുടെ നനവിൽ തന്നെ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി.
അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സവാളയിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ വേറെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ നനവിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. 1-2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇത് നല്ല കട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ടൊന്ന് പരത്തി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് കട്ടിയിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ട കിട്ടാൻ ഒരുപാട് ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കരുതേ. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ആയിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ആദ്യം കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ സാധാരണ രീതിയിൽ വട തയ്യാറാക്കുമ്പോൾ നമ്മൾ പരത്തിയെടുക്കുമല്ലോ, അതേ രീതിയിൽ തന്നെ ഉണ്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കരുത്, കുറച്ചൊക്കെ തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടിയിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ കുക്കായി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഉൾവശം കുക്കാകുമ്പോഴത്തേനും പുറം വശം കരിഞ്ഞു പോകും. അത് നമ്മൾ എത്ര ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അങ്ങനെയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പരത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ വെള്ളമാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ പരത്തി എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ പക്കവട തയ്യാറാക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിലും ഇതിട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയും സവാളയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ സവാള ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ആ ഒരു അരിപ്പൊടീൻ്റെ ഇത് കുക്കായി കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫ്ലെയിം വെക്കുക കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്തെടുക്കുക. നമ്മൾ നല്ല കനം കുറഞ്ഞ രീതിയിൽ തന്നെ പരത്തിയെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ ഈ ഒരു സ്നാക്സ്. ഒരേ സമയം ഒരുപാട് എണ്ണിട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചാലും നമ്മളത് കുക്കായി വരുന്ന ആ ഒരു സമയത്തൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. 1 മിനിറ്റൊക്കെ മതി കേട്ടോ. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു സൈഡ് ആയി കിട്ടും. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സവാളയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സവാളയുടെ കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ രീതിയിൽ കളർ മാറുമ്പോൾ തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു വശം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും കൂടി ഒന്ന് ചേഞ്ച് ആവും. ഇപ്പോൾ അത് ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു സമയത്ത് ഓയിൽ ചൂട് കുറവാണെങ്കിൽ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അരിപ്പൊടിയും സവാളയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തീർച്ചയായും തയ്യാറാക്കി നോക്കേണ്ട ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കിയതാണെങ്കിലും വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പുറം വശം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.